പാവം പക്ഷികൾ. ഞാനൊരു സീരിയസ് ആണെന്ന് ഗീതയ്ക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ? ശരിയാണ്. പണ്ടൊക്കെ മരംകുത്തികളുടെ നീണ്ട കഴുത്തിൽ കൃത്യമായി ഞാൻ കല്ലെറിഞ്ഞു കൊള്ളിക്കുമായിരുന്നു. നീ അടുത്തുള്ളപ്പോൾ എനിക്ക് കുട്ടിക്കാലം തിരികെ കിട്ടിയ പോലെ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. നിന്നോട് പറയാൻ പലതും ഞാൻ ഓർത്തുവെച്ചാണ്. ഇങ്ങനെ നോക്കാനാ എനിക്കിഷ്ടം. നിന്റെ ഒരു പടം വരയ്ക്കട്ടെ? വെറുതെ എത്ര ദിവസമായി പറയുന്നു. മനുഷ്യന്റെ മുഖം വരയ്ക്കാൻ എനിക്ക് മടിയാണ്. അമ്മയുടെ ചിത്രം ഞാൻ ഒരിക്കൽ വരച്ചു. ഓർമ്മയിൽ നിന്നാണ് അവയുടെ ഛായ ചികഞ്ഞെടുത്തത്. അമ്മയുടെ മരണത്തിന് ശേഷം ഒരു സ്ത്രീയും എന്നെ സ്വാധീനിച്ചിട്ടില്ല, ഇളയമ്മ പോലും. പക്ഷെ നീ ഹോസ്റ്റലിന് കള്ളം പറഞ്ഞിറങ്ങിയതാണ്. താമസിച്ചാൽ മീറ്ററും വഴക്ക് പറയും. ഹോസ്റ്റലും മീറ്ററും ഇപ്പോഴല്ല, മുമ്പ് ഞാൻ നിന്നെപ്പറ്റി പലതും കേട്ടിട്ടുണ്ട്. എവിടെയാണ് നിന്റെ തകരാറ്?
എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? നിന്റെ ഓരോ ദുസ്വാതന്ത്ര്യവും എന്റെ അധികാരത്തിന്റെ ബലത്തിലാണെന്നേ ആളുകൾ വ്യാഖ്യാനിക്കൂ. But I haven't broken any rules. ഇന്ന് നിന്റെ കൂടെ ബീച്ചിലുണ്ടായിരുന്ന പെൺകുട്ടി ഏതാണ്? ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിന്റെ ഈ ചാവല്യങ്ങൾ നിന്നെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നിനക്ക് അയാൾ അത്ര ഇഷ്ടവും വിശ്വാസമുണ്ടെങ്കിൽ ആരറിഞ്ഞാലും ഒന്നുമില്ലെന്ന് തന്റെ ഇടം വേണം. അല്ലെങ്കിൽ കടപ്പുറത്തും പാർക്കിലും പ്രേമ നാടകം കളിച്ച് നടക്കാതിരിക്കണം. എനിക്ക് രാജുവിന് വിശ്വാസമാണ്. പട്ടണത്തിന്റെ എല്ലാ പുറംപൂച്ചകളും കണ്ടവളാണ് ഞാൻ. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാമായിരുന്നതുകൊണ്ട് ഞാനിതെല്ലാം വെറും തമാശയായേ വിചാരിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരം പോക്കായി കാണാൻ എനിക്ക് വയ്യ. വെറുതെ അതും ഇതും ആലോചിച്ച് പഠിക്കാനുള്ള സമയം കളയണ്ട. അയാൾക്ക് നിന്നോട് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരുമായി ആലോചിച്ച് നേർവഴിക്ക് പോകട്ടെ. രാജുവിനോട് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അയ്യോ വേണ്ട. എങ്കിൽ മര്യാദക്കിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങും. എനിക്ക് നേരത്തെ ഓഫീസിൽ പോകണം. ഗുഡ് നൈറ്റ്. ആ, എന്തായി? വല്ലതും തടഞ്ഞോ? ഓ തടഞ്ഞു. എവിടെ? വേണ്ട. ആലപ്പുഴ പെണ്ണ് കേസിലെ പുള്ളിയുടെ ഫോട്ടോ കിട്ടിയോ? ഇല്ല സർ. എന്നാ വേറെ ഏതെങ്കിലും ഒരു പടം എടുത്ത് വെച്ച് കാറ്റുന്നു. ഓ അധികം തെളിക്കണ്ട. ഓ ആന്ധ്രാപ്രദേശിലെ വെള്ളപ്പൊക്കത്തിന് ഇതൊക്കെ അവിടെ മാറ്റി വെക്കുന്നു. ഞാൻ വേറെ ഒന്ന് രണ്ട് ന്യൂസിൽ എഴുതി തരാം. ഓ ആ, എവിടെ താൻ കൊണ്ടുവന്ന സാധനങ്ങൾ? ഇതാ നമ്മുടെ നശിച്ച സാമൂഹ്യ വ്യവസ്ഥതയുടെ പച്ചയായ രണ്ട് മുഖങ്ങളാണ് ഈ ചിത്രങ്ങൾ. രാവിലെ ഫ്ലോക്കിന് കിട്ടിയതാ. ഉടനെ ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി ഇനി കൊണ്ടുപോകുന്നു. സാമൂഹ്യ വ്യവസ്ഥയുടെ പച്ചയായ മുഖം കണ്ടോ? ആണുങ്ങൾ അടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു വീറ ചെറുക്കന്റെ പടമെടുത്തതിന് കിട്ടിയതേ ഇതാ. ഒരു നല്ല പടത്തിന് കിട്ടിയാലെന്താ? കാശ് കൈ വരുമ്പോ എല്ലാ വേദനയും മാറും. മറ്റേ വിഷയവും താൻ കാര്യമായൊന്ന് ആലോചിക്കുക. ഏത്? മാന്യന്മാരുടെ രഹസ്യം. പക്ഷേ കുറച്ചു മെനക്കേറുണ്ട്. ദൈവം തമ്പുരാൻ പോലും അറിയാതെ ചോർത്തണം. ഒത്ത പടവും കാച്ചണം. രണ്ടാ ഫലം. പത്രം ചിലവാകും. ഇല്ലെങ്കിൽ പറയുന്ന കാശ് തന്ന് അവനൊക്കെ അവന്റെ മാന്യത വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകും. മനസ്സിലായോ പുത്തൂസെ? ഓ മനസ്സിലാകുന്നുണ്ടേ. ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചു പോകുന്ന സാറിന് ഇഷ്ടപ്പെടുന്നില്ലല്ലയോ? ജീവിക്കുന്നേ അന്തസ്സായിട്ട് ജീവിക്കണം. അതിനാ കാശ് വേണോന്ന് പറയുന്നത്.
മോട്ടിക്കാതെയും കള്ളനോട്ടടിക്കാതെയും പിടിച്ചു പറിക്കാതെയും അതുണ്ടാക്കാനുള്ള ബുദ്ധിയാ ഞാനീ പറയുന്നത്. ഹോ, തന്നെ പോലൊരു കിഴങ്ങൻ. രാജു, നീ എവിടെ പോകുന്നു? എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എവിടെ പോയാലും കൊള്ളാം, വൈകിട്ട് നേരത്തെ എത്തണം. സന്ധ്യയായ കുടിച്ചു ചാകണമെന്നല്ലാതെ കാര്യവിവരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് മിടുക്കുണ്ടോ? ആ, ഞാൻ ഇങ്ങനെ ഒരു കോന്തനായി പോയി. അതിനിപ്പോഴെന്തോ വേണം? കുറെ കൂടി കഴിവുള്ള ഒരുത്തനെ തപ്പിയെടുത്ത് കല്യാണം കഴിക്കേ? ഉള്ളത് പറയുമ്പോ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? പിന്നെ അയാൾക്ക് തുണി ഉടുക്കാത്ത പെമ്പിള്ളേരുടെ പടം വേണമെന്ന്, ഇല്ലെങ്കിൽ മാന്യന്മാരുടെ രഹസ്യം. ഞാൻ ഇതൊക്കെ എവിടെ പോയി ഉണ്ടാക്കാനാ? അതാ പറഞ്ഞു വരുന്നത്. ഏത് മാന്യന്മാരുടെ രഹസ്യം ബുദ്ധിയായിട്ട് ചെയ്യാവോ? അല്ലേലും അതെനിക്ക് കുറച്ച് കമ്മിയാണെന്ന് എനിക്ക് അറിയാമല്ലോ. ആ, എന്നിട്ട് കടപ്പുറവും പാർക്കും സിനിമക്കൊട്ടയും ഒക്കെയാ പണക്കാര് പിള്ളേര് രഹസ്യമായി പ്രേമിക്കാൻ വരുന്ന സ്ഥലങ്ങള്. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ചുമ്മാ കണ്ണും പിടിച്ച് നടന്നാ പോരാ, കാണണം. എടിയേ, എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ. എങ്ങനെ ബുദ്ധി വരുന്നേ? ഇങ്ങനെ ലക്കില്ലാതെ കുടിച്ച് എല്ലാം മരച്ചു കാണും. അത്താഴം വേണേ വന്ന് കഴിക്കും. ഏതായാലും ഇന്ന് നല്ലൊരു വഴി തെളിഞ്ഞു കിട്ടിയ ദിവസമാണ്. വേണ്ട. മാങ്ങ നല്ല എരിവ്. Sir, come on. Very beautiful girl, sir. Sir, very near. Sir, come on, sir. Please, here, sir. Very beautiful girl, sir. Very near. Come on, sir, please. Sir, country girl, sir. Very beautiful, sir. Come on, sir. Sir, very beautiful. Come on, sir. Sir, very costly, sir. Please come on, sir. Sir, very near. Beautiful girl, sir. Come on. Hey, you are? വാ, ഇരി. ചരക്കുണ്ടോ? ഉണ്ടോന്ന് സാറൊന്ന് വന്ന് നോക്കിയാട്ടെ, മനസ്സിൽ പിടിച്ച് ഇടപെട്ടാ മതി. നീ ഉദ്ദേശിക്കുന്ന പണിക്കല്ലേ? പിന്നെ ഫോട്ടോയോ? വെറും ഫോട്ടോയല്ല, പിന്നെ നേക്കഡ് ഫോട്ടോസ്. എടാ മണ്ട, നഗ്ന ചിത്രങ്ങൾ പത്രത്തിലടിക്കാനാ. ഇവന് കിഴങ്ങൻ തന്നെ. അതിനോ? അയ്യോ സാറേ, അതിനാ നിങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. വിളിക്കണം. അടുത്തു. ഇനി നാളെ ആവാം. എത്ര പെട്ടെന്നാ വരച്ചത്. മരണത്തെക്കുറിച്ച് വരയ്ക്കാനാണ് എനിക്കിഷ്ടം. എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്? ഉരുപ്പടി എങ്ങനുണ്ട്? മലഞ്ചരക്ക കഴിഞ്ഞ ആഴ്ച ഇറക്കിയതേ ഉള്ളൂ. നല്ല ചെലവാ. പടത്തിനാവുമ്പോ നല്ല ഉടല് വേണം. ഉടലും തുടലും ഒക്കെ സാറിന് കണ്ടിട്ട് തീരുമാനിച്ചാട്ട്. എന്തോ കൊടുക്കേണ്ടി വരും. അതൊന്നും ഞാൻ പറയല, സാറിന്റെ ഇഷ്ടം. പിന്നെ എടുക്കുന്ന പടത്തേലൊന്നും കൊടുക്കേണ്ടി വരും. 1 10 കൊടുക്കാം അവിടെ. ഇപ്പഴല്ലയോ സാറേ ലൈൻ പിടി കിട്ടിയത്. ഇനി ആട്ടെ, സാറിന് ഞാൻ മുടങ്ങാതെ ചെറുക്ക സപ്ലൈ ചെയ്തോളാം. സമയം പോയി. അയ്യോ, ഇതിനും സമയമുണ്ട്. സമയം പോയി.
അയ്യോ നീ ഇങ്ങനെ നടന്നാലോ? ഞാൻ നടന്നോ സാർ? ഇങ്ങോട്ട് കേറ് മോനെ. നടന്നോ സാർ? ഇങ്ങോട്ട് കേറ് മകളെ. നിന്നെ നടത്തിച്ചു ഞാൻ എങ്ങനെ സൈക്കിളെ കിട്ടും? ആ ആ ഇവിടെ അടുത്താണോ? വളം അങ്ങോട്ട് തിരിഞ്ഞാൽ മതി സാറേ. ആ അത് ചവിട്ടിക്കൊണ്ടാട്ടെ. ശരി. ഇത് എവിടാടെ സ്ഥലം? നിർത്ത്, 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 ആ, ആ, ആ. നിർത്ത്, നിർത്ത്. ഇങ്ങോട്ട് പോന്നോ സാറേ? പട്ടിയുണ്ടോ? പട്ടിയൊന്നുമില്ല സാറേ, ഇങ്ങോട്ട് പോന്നാട്ടെ. ആ ആ ഇങ്ങോട്ട് പോന്നാ മതി. ആ പുറകെ ഉണ്ട്. ആ. ചേച്ചി, ചേച്ചി. ആരാ അത്? പൊന്നനാണോ? ആ പൊന്നനാ. ആ എന്നാ പിന്നെ പൊന്നൻ അങ്ങോട്ട്. ആ നീ പോയാലോ? നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം അവിടെ. അയ്യോ സീസൺ സമയമാ സാറേ. ആ എന്നാ പിന്നെ നിന്റെ ഇഷ്ടം. ഇതെന്നാ സാറേ? ആ ഇന്നത്തെ കൈലട്ട സാറിന്റെയാ? ആ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, നിനക്കല്ലേ. എന്നാ പിന്നെ പൊന്നൻ അങ്ങോട്ട്. ആ ഓ ഓ. നാളെ കാണണം. ഓ കണ്ടോളാം. ആ വസ്ത്രം ഇങ്ങനെ ഉടുത്തൊരുങ്ങി നിന്ന ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ പിന്നെ ഞാൻ തുണി അടിച്ചിട്ട് നിന്ന് തരണോ സാറേ? ഓ പിഴച്ചിട്ടാണേലും അന്തസ്സായിട്ട് ജീവിക്കുന്നോളാം ഞാൻ. അതെനിക്കറിയാം. അറിയോ? അല്ല അറിഞ്ഞൂടാ. സാർ വല്ല സിനിമാക്കാരി പെണ്ണുങ്ങളുടെ അടുത്ത് വന്നാട്ടെ. വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മറക്കാം. അച്ഛോ! ഓ, പൊന്നം പറഞ്ഞുകൊണ്ട് വന്നതാ. പൊന്നും പലരെയും കൊണ്ടുവരും. പക്ഷേ ഇത്ര 4 മണിക്ക് ആരും വന്നിട്ടില്ല. 2 മണിക്കൂർ കൊണ്ട് വേഷം കെട്ടുക, ഫോട്ടോ എടുക്കാൻ, എന്നിട്ട് അതിന് തുണി അഴിക്കാൻ വന്നിരിക്കുന്നു. ദുശാസനൻ. ചേട്ടാ പൊന്നോ. അച്ഛോ! ശരി അമ്മ ഒന്നും വിളിക്കണ്ട. എങ്ങോട്ടാ മണവാട്ടി അണിഞ്ഞൊരുങ്ങി? കൂട്ടുകാരുടെ വീട്ടിലേക്കായിരിക്കും. ഇന്നുകൊണ്ട് വരച്ചു തീരും. അയ്യോ, മുഴുവൻ തീർക്കരുതെന്ന് പറയണം. എന്നാലെന്റെ നാളെയും കാണാൻ പറ്റൂ. സൂക്ഷിക്കേണ്ടത് നീയാണ്. എന്തെങ്കിലും അപകടം പറ്റിയാൽ കൂടെ ആരും കണ്ടെന്ന് വരില്ല. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞെന്ന് വെച്ച് നീ പോകാതിരിക്കണ്ട. ചെല്ലാമെന്ന് ഏറ്റതല്ലേ? എങ്ങോട്ടാ? ഉഷയുടെ വീട്ടിലേക്കാ. വരാൻ താമസിക്കണ്ട.
ശരിയാക്കിക്കോളാം. പടം വരയ്ക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ചായവും ബ്രഷും നീയും എല്ലാം എനിക്ക് ഒരുപോലെയാണ്. പിന്നെ തുടരുത് പിടിക്കരുത് എന്നൊക്കെയുള്ള നിരോധനമൊന്നും വേണ്ട. മനസ്സിലായോ? പോരെ? മുഖം കുറച്ചുകൂടെ. മതി. ഇങ്ങനെയായ പടം വരപ്പുണ്ടാവില്ല, പറഞ്ഞേക്കാം. പരീക്ഷ നാളെ തീരും. വീട്ടിൽ പോയാൽ അച്ഛനോടും അമ്മയോടും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല. അവരെന്നെ കുറിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? ഞാൻ പറഞ്ഞിട്ടില്ലേ ഗോപിച്ചേട്ടനെ പറ്റി, എന്റെ അമ്മാവന്റെ മകൻ. നമ്മൾ ഇനിയും സമയം കളഞ്ഞാൽ... ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം. രാജുവിന് ആരോടെങ്കിലും ആലോചിക്കാനുണ്ടെങ്കിൽ അതുടനെ ചെയ്യണം. എന്റെ വീട്ടിൽ വന്ന് കാര്യം പറയണം. എന്തെങ്കിലും എതിർപ്പുണ്ടായാൽ എനിക്ക് ധൈര്യം തരണം. ഇതൊക്കെ നീ പറയാതെ തന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. ഗീതേ, ആയുസിന്റെ നീളം വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്കൊരു നിമിഷവും വെറുതെ കളയാനില്ല. ഇവിടെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കും നിനക്കും ഇടയിൽ ഒരു വികാരത്തിനും വിലങ്ങ് കൽപ്പിക്കരുത്. വേണ്ട, മതി. രാജുവിന്റെ മുഖം മാറുമ്പോഴൊക്കെ എനിക്കറിയാം ദുസ്വാതന്ത്ര്യത്തിനുള്ള പുറപ്പാടാണെന്ന്. ഞാൻ പോന്നു. നാളെ. ധീരൻ ഒപ്പിച്ചു കളഞ്ഞല്ലോ. സമ്മതിച്ചോ? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ നിർത്തരുത്. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. അയ്യോ, പയ്യൻ ചില്ലറക്കാരനല്ല, പോലീസ് കമ്മീഷണറുടെ മകനാ. നോക്ക്, തന്തയാണെ വലിയ അഭിമാനിയാ. പൂത്ത കാശ്. ഈ പെണ്ണ് കണ്ടിട്ടൊരു പാവം. എത്ര പാവമാണേലും ചുണയുള്ള ആമ്പിള്ളേരുടെ കൈ ചെന്ന് പെട്ടോ പിന്നെ തീർന്നു. എന്റെ അനുഭവം തന്നെ നോക്കിയാ മതി. ചെലിവാരം ഒന്നും അടിക്കണ്ട. ബാക്കിയുള്ളവരില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. എങ്ങോട്ടാ എല്ലാം കെട്ടിപ്പെറുക്കി? പ്രസാദം. ആ, ഇനി ഏതായാലും കുറച്ച് കഴിഞ്ഞു പോ. മിനി വന്നതല്ലേ. ഇന്നെവിടെയാ ചിത്രകാരന്റെ പണിപ്പുര? തീരുമാനിച്ചില്ല. എനിക്കറിയാം. എന്ത്? ഏതെങ്കിലും പെൺകുട്ടികളെ വലവെച്ചു കാണും. മിനിക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. എളയമന്റെ ശിക്ഷണമല്ലേ. എന്തിനാ പാവ ഇളയമേ വലിച്ചഴിക്കുന്നത്? ഞാൻ ഇന്നല്ലല്ലോ രാജുവിനെ കണ്ടു തുടങ്ങിയത്. ആരെന്ത് ധരിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ പോന്നു. രാജുവിനോട് ചില സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്തായാലും ഇന്ന് ഞാൻ തയ്യാറായി ഇറങ്ങിയതല്ലേ. പിന്നെ എപ്പോഴാണ് മുഹൂർത്തം? ഞാൻ വീട്ടിലേക്ക് വരാം. എപ്പോ വരാം? ഓട്ടെ, സമയമായി. അവൻ പോയി അല്ലേ? എന്തു പറഞ്ഞു? വീട്ടിലേക്ക് വരാമെന്ന്. വെറുതെ. മിനി, അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നിനക്കേ കഴിയും. അങ്ങനെ ഒരു തന്റെ ഇടം എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും രാജു കൂടുതൽ കൂടുതൽ തെന്നി മാറുകയാണ്. സംസാരിക്കാൻ പോലും നിന്നു തരുന്നില്ല. നീ കൂടി കൈയൊഴിഞ്ഞാൽ... ഇല്ല, രാജുവിന്റെ കാര്യത്തിൽ മാത്രമേ ഈ കുടുംബത്തിന് ദുഃഖമുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ രാജുവിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നത്.
പട്ടണം മുഷിയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ചിലപ്പോൾ മാസങ്ങളോളം ഇവിടെ താമസിക്കാറുണ്ട്. ബാ. രണ്ട് കരിക്ക് കൊടുത്തയക്കണം. Come on. മൂന്നാമത്തെ വയസ്സ് വരെ ഞാൻ ഇവിടെയാ വളർന്നത്. അമ്മ മരിച്ചതും ഈ വീട്ടിൽ വെച്ചാണ്. അമ്മയെ കാണാൻ ഞാനിവിടെ വരാറുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മയെ ഞാൻ കാണും, സംസാരിക്കും. മരിച്ചവരെ കുറിച്ച് രാജുവിന് പറയാനുള്ളൂ. I'm sorry. നീ അടുത്തുള്ളപ്പോൾ ഈ സമയം എന്റെ കഥ പറഞ്ഞു കളയാനുള്ളതല്ല. നീ ഇന്ന് വല്ലാതെ സുന്ദരിയായിരിക്കുന്നു. എന്തൊരു വീർപ്പുമുട്ടൽ. അത് തുറക്കണ്ട ഗീതേ. കുറച്ചുനേരം സ്വരമായി സംസാരിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എനിക്ക് പേടിയോ? ഇനിയും നീ ആരെ പേടിക്കുന്നു? എന്റെ അനുവാദമില്ലാതെ ഒരു മനുഷ്യന്റെ ഉച്ഛ്വാസം പോലും ഈ വീട്ടിൽ കടന്നു വരില്ല. പ്ലീസ്. ഏയ്, ഞാൻ പിന്നെ വിട്ടില്ല, പുറകെ പോയി. പക്ഷേ തപ്പിച്ചു. സാരമില്ല, ഞാൻ പിന്നെ പിടിച്ചോളാം. ആട്ടെ, ഫോട്ടോ എവിടെ? വരട്ടെ സാറേ. സാറിനെ കാണിക്കാനുള്ള ഫോട്ടോ ഒന്നും ആയിട്ടില്ല. തുടക്കമല്ലേ ആയിട്ടു. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. ആർട്ടിയെ പറഞ്ഞില്ലല്ലോ. സസ്പെൻസ്. ചേടാ, സാറ് ശകലം കൂടെ ഒന്ന് ക്ഷമിച്ചാട്ടെ. ഫോട്ടോയും കണ്ട് ആളെയും അറിയുമ്പോ സാറ് ഞെട്ടണം. അത്രയ്ക്ക് വലിയ പാർട്ടിയാണ്. എല്ലാ തരത്തിലും. ഓടുകൈ. ഗീതേ, വരൂ. കൺഗ്രാചുലേഷൻസ്. ഗീതയ്ക്ക് ഒരെഴുത്തുണ്ട്. അമ്മ എനിക്കും എഴുതിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ വിളിക്കുമല്ലോ അല്ലേ?
ഗീത പൊയ്ക്കുള്ളൂ. ഗീതേ, എന്ത് പറ്റി? അമ്മയുടെ കത്ത് വന്നു. എന്താ വിശേഷം? ഞാൻ പേടിച്ചിരുന്നത് തന്നെ. പരീക്ഷ കഴിഞ്ഞ് ചെന്നാലുടനെ വിവാഹം നടത്താൻ അച്ഛൻ തീരുമാനിച്ചെന്ന്. വിളിച്ചോണ്ട് പോകാൻ 2 ദിവസത്തിനകം ഗോപിച്ചേട്ടൻ വരും. ഞാൻ എന്ത് ചെയ്യും സാലി? തീർച്ചയായും വീട്ടുകാരെ അനുസരിക്കണം. ഇല്ല, എന്നോട് ആലോചിക്കാൻ എന്തിനാ തീരുമാനിച്ചത്? രാഘവന് വേണ്ടി വീട്ടുകാരെ എതിർക്കാൻ നിനക്ക് കഴിയുമോ? ഗോപിയെ നിനക്ക് ഇഷ്ടമല്ലേ? അച്ഛനും അമ്മയ്ക്കും പണ്ട് മുതലേ ഗോപിയേട്ടന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഈ സമയത്ത് തന്നെ ഈ തീരുമാനം ഉറപ്പിച്ചത് നിന്റെ ഭാഗ്യമാണ്. സാലി, നീ അകപ്പെട്ടു പോയ പുതിയ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിധി തന്നെ കൊണ്ടുവന്ന വഴിയാണിത്. ഗോപിയെ നിനക്ക് കൊച്ചുനാള് മുതലേ അടുത്തറിയാം. വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനാണ്. കൗതുകം കൊണ്ടുള്ള പ്രേമവും ജീവിതവും രണ്ടാണ്. ഇന്നോ നാളെയോ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഗോപിച്ചേട്ടൻ വരും. ഞാൻ എന്ത് ചെയ്യണമെന്ന് രാജു പറയണം. എത്ര കാലമായി നീയും ഗോപിയും പരിചയമായി? ഞാൻ പറഞ്ഞില്ലേ, 3-ാമത്തെ വയസ്സ് മുതൽ ഗോപിച്ചേട്ടൻ വളർന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. നീയും അയാളും തനിച്ച് വീട്ടിലായിട്ടില്ല? എത്രയോ വട്ടം. ഇടവപ്പാതയിലെ കൂരിച്ചൊരിയുന്ന മഴയത്ത്, തണുപ്പ് നുരഞ്ഞിറങ്ങുന്ന രാത്രികളിൽ നീ അയാളുടെ സാമീപ്യം കൊതിച്ചിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ കിഴിഞ്ഞു ചോദിക്കുന്നത്? ഞാൻ പറയാം. ഒരു മൂത്ത സഹോദരനെ പോലെ ഗോപിച്ചേട്ടൻ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. പരീക്ഷ കഴിഞ്ഞു. വീട്ടുകാരെ എതിർക്കാനുള്ള കരുത്ത് എനിക്കില്ല. രാജു ഇളയമ്മയോട് സംസാരിക്കണം. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ? മിനി വന്നിരുന്നു. ഉം. നീ അങ്ങോട്ട് ചെല്ലാമെന്നേറ്റിട്ട് ഞാൻ മറന്നു. നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഈ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നീ അച്ഛനോടും എന്നോട് സമ്മതം മൂളിയതോ? പക്ഷെ എങ്ങനെ ഒരു ബന്ധത്തിന് എന്റെ മനസ്സ് പാകപ്പെടണം? അതിന് സമയമെടുത്തേക്കും. മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സ്വഭാവം എത്ര പേരെ വേദനിപ്പിക്കുന്നെന്ന് നീ അറിയുന്നില്ല. സ്നേഹിക്കുന്നവരെ എത്ര ക്രൂരമായി പരീക്ഷിക്കരുത്.
രാജു, 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 ആ കാപ്പി കുടിക്കൂ. ഞാൻ വീട് വരെ പോകുന്നു. അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് ഫോൺ വന്നു. നീ വരുന്നുണ്ടോ? ഇല്ല. ആ, അതെനിക്കറിയാം. നേരത്തെ ചെന്നാ രാത്രി തന്നെ മടങ്ങും, ഇല്ലെങ്കിൽ കാലത്ത്. നീ പുറത്തു പോകുന്നുണ്ടോ? ചിലപ്പോ. Hello. Ladies hostel. May I speak to Geeta? ഞാൻ ബ്രദറാണ്. ആ, ഗോപി. ഹലോ ഹലോ, ഗോപി ചേട്ടനാ? നിന്റെ ചേട്ടൻ വന്നു. നല്ലയാളാ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇല്ല, ഇന്ന് വന്നേക്കും. ഇന്നല്ലെങ്കിൽ നാളെ എത്തും. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ ഞാൻ നിന്നെ വിളിച്ചത്. സന്തോഷ വാർത്തയോ? എന്താ അത്? പക്ഷെ നീ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നു. പറഞ്ഞേക്കാം. ഇല്ല, ഒന്ന് വേഗം പറഞ്ഞാ മതി. ഞാൻ ഇളയമ്മയുമായി നിന്റെ കാര്യം സംസാരിച്ചു. എന്നിട്ട്? അവർക്ക് നിന്നെ കാണണമെന്ന്. ഹലോ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനുള്ള ശക്തിയില്ല. നീ ഇങ്ങോട്ട് വരുമോ? ഞാൻ വന്നോളാം. ഗീതേ, ഹലോ. എന്താ ഗീതേ? രാജു. എന്താ പുതിയ ഏർപ്പാട്? എളയമ്മയുമായി സംസാരിച്ചു. അവർക്കെന്നെ കാണണമെന്ന്. ആരാ നിന്നോട് പറഞ്ഞത്? രാജു. മധുരം മധുരം മലരിൻ താരുണ്യം, മനവും തനുവും പൊതിയും ലാവണ്യം. തളിരും കുളിരും നിറയും തീരങ്ങൾ, മിഴിയും മിഴിയും അറിയും ദാഹങ്ങൾ. ശില്പമോ ചിത്രമോ സഖിയൊരു പൂക്കാലമോ, അഴകിടുവാൻ വന്ന മാലാഖയോ. തളിരും കുളിരും നിറയും തീരങ്ങൾ, മിഴിയും മിഴിയും അറിയും ദാഹങ്ങൾ. ശില്പമോ ചിത്രമോ സഖിയൊരു പൂക്കാലമോ, അഴകിടുവാൻ വന്ന മാലാഖയോ.
നിഴലാട്ടം കണ്ടു ഞാൻ മാരിവിൽ തടങ്ങളിൽ നിന്റെ നിഴലാട്ടം കണ്ടു ഞാൻ ഒരു മൗനം ഉണരുമ്പോൾ ഇരുദേഹം അമരുമ്പോൾ നീ മറയ്ക്കും പൂക്കളിൽ പതിയുമെന്റെ ചുണ്ടുകൾ കളിരും കുളിരും നിറയും തീരങ്ങൾ മിഴിയും മിഴിയും അറിയും മധുരം മധുരം മലരിൻ താരുണ്യം മനവും തനുവും പൊതിയും ലാവണ്യം കളിരും കുളിരും നിറയും തീരങ്ങൾ മിഴിയും മിഴിയും അറിയും ശില്പമോ ചിത്രമോ സഖിയൊരു പൂക്കാലമോ അഴകിടുവാൻ വന്ന മാലാഖയോ ഇതേ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ചാലി ഒന്ന് നോക്കുമോ? ഞാനിതാ വരുന്നു. സാലി വന്നത്? ഗോപി. എപ്പോഴാണ് യാത്ര? 5 മണിക്കുള്ള വണ്ടിക്ക് തന്നെ പുറപ്പെടണം. അമ്മ കാത്തിരിക്കും. ഗീതയ്ക്ക് പുറപ്പെടാൻ താമസമൊന്നുമില്ലല്ലോ. നിങ്ങളെയൊക്കെ വിട്ടുപിരിയാൻ അവൾക്ക് വിഷമം കാണും ഇല്ലേ?
ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞതല്ലേ, സാരമില്ല. ഞാൻ അവളുടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്യട്ടെ. എല്ലാം നല്ലതിനാണ് ഗീതേ. വീട്ടിലെ അന്തരീക്ഷവുമായി ചേരുമ്പോ നീ എല്ലാം മറക്കും. എനിക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല സാലി. ഞാനെല്ലാം ഗോപിയേട്ടനോട് പറയട്ടെ? അരുത്, മടയത്തരം ഒന്നും കാണിക്കരുത്. രാജു ഇളയമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. കാത്തിരിക്കട്ടെ. നിന്നെ കാണേണ്ടവർ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വരും. നീ എന്തിനാ പോകുന്നത്? കരയരുത്, കരയാതിരിക്കൂ. മിന്നിയാണ്. എന്താ, മറ്റാരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കായിരുന്നു? ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എനിക്കിന്ന് കുറച്ച് സമയം കിട്ടിയേ തീരും. പക്ഷെ ഇന്ന് എന്തിനായി ഒളിച്ചോട്ടം? മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിയാത്തതിന് മറ്റൊരു പേരുണ്ട്, ധീരത്വം. ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആലോചിക്കാതെയാണോ അന്ന് അച്ഛനോടും അമ്മയോടും കൈകെട്ടി എന്ന് സമ്മതിച്ചത്? എനിക്കറിയാം, സേഫിന്റെ താക്കോൽ കൈ കിട്ടാനുള്ള തൽക്കാലത്തെ തൃപ്തിപ്പെടുത്തലായിരുന്നു അത്. യു ആർ എ ഡേഞ്ചറസ് മാൻ. ദേഷ്യം വരുന്നുണ്ടല്ലേ? എന്തായാലും എനിക്കിന്ന് വ്യക്തമായ മറുപടി കിട്ടണം. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇത്രയും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴെന്താ ആലോചിച്ചത്? ഒന്നുമില്ല. പരീക്ഷ എങ്ങനെയിരുന്നു? എഴുതിയിട്ടുണ്ട്. ക്ലാസ് കിട്ടുമോ? ചിലപ്പോ. കിട്ടും, ഒലക്ക കിട്ടും. ഉമ്മർത്ത് ചാരിയാസരം മലനകഥ മൂപ്പിലാണുണ്ടല്ലോ നിന്റെ തന്ത. അങ്ങേരായിരിക്കണം പേപ്പർ നോക്കുന്നത്. ബുദ്ധു. ഇത്തവണ ഞാനും അമ്മാനും വാശിക്കായിരുന്നു കൃഷി. കാവിപ്പാട് മുഴുവൻ എനിക്ക് വിട്ടു തന്നു. മൂപ്പിലാനുള്ള വളം മുഴുവൻ വാരിക്കൊരിയിട്ടു. ഒടുവിൽ കഴിഞ്ഞ ആഴ്ച വിളവെടുത്തപ്പോ 5 മീന് കൂടുതൽ എനിക്ക്. അമ്മാവന് സന്തോഷം സഹിക്കാൻ വയ്യ. അന്ന് രാത്രി ജോത്സ്യനെ വിളിച്ച് കല്യാണത്തിന് തീയതി കുറിച്ചു. എന്താ ഇത്ര വലിയ ചിന്ത? എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? എനിക്കൊരിടം വരെ പോകണം. എവിടെ? ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്കാ. പോകും മുമ്പ് ചെല്ലാമെന്ന് പറഞ്ഞതാ. നോക്കിയിരിക്കും. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? ഞാൻ കൂടെ വരണോ? വേണ്ട, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നീ പൊക്കോ, ഞാൻ ഈ ഹോട്ടലിൽ തന്നെ മുറിയെടുക്കാം. ഒന്ന് വിശ്രമിക്കാമല്ലോ. നീ നിർത്തിയോ? മതി. വെറുതെ വേസ്റ്റ് ആക്കി. അല്ല, നീ പുറപ്പെട്ടോ? ആഹാരം കഴിക്കുമ്പോ പോകാൻ പാടില്ലെന്നാ. അല്ലെങ്കിൽ നീ പൊക്കോ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വിസ്തരിച്ച് വരുമ്പോ 1/2 മണിക്കൂർ കഴിയും. 5 മണിക്കാണ് വണ്ടി. ഞാൻ വേഗം വരാം.
എളയമ്മ എവിടെ? ഇതുവരെ നിന്നെ കാത്ത് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അമ്പലത്തിലോട്ട് പോയത്. ഉടനെത്തും. നീ ഇരിക്കുക. കുഞ്ഞൊരു കാര്യം ചെയ്യാം. ഇതൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വരാം. ആരായിരുന്നു? ഒരു ഫ്രണ്ട്. ആണോ പെണ്ണോ? ഒരു പരിശോധന വേണ്ടി വരും. പോയോ? ഇല്ല, ഞാൻ ഉടൻ പുറത്തേക്ക് പോകണം. ഇന്നും പിടിതരാതെ രക്ഷപ്പെടാമെന്നാണ് അല്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് എന്നെ മനസ്സിലായില്ലേ? പോട്ടെ. ഞാനും ഇറങ്ങുന്നു. ഇളയമ്മ വരുമ്പോ ഫോൺ ചെയ്യാൻ പറയുമോ? പറയാം. പോട്ടെ. നീ ഈ ദിവസം വന്ന് എന്റെ ഭാഗ്യമാണ്. ഈ ദിവസം നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ആരെയും മറിക്കാതെയും പേടിക്കാതെയും നമ്മൾ ഒന്നായി തീരുന്ന ആ ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നത്. എനിക്കതുവരെ കാത്തിരിക്കാൻ വയ്യ. ബാക്കി പടം വരച്ചു തീർക്കൂ, ഇല്ലെങ്കിൽ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്കറിയാവുന്ന മര്യാദയിൽ ഞാൻ യാചിക്കുന്നു. ഞാൻ പുരുഷനാണ്. ദൈവമേ, എനിക്ക് വയ്യ. വീട്ട് വകണ്ടെന്ന് വെച്ചാ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ കാശ് കളയണത് വിദ്യത്താ. സംബന്ധത്തിന് വരണമെങ്കിൽ ഇപ്പൊ എന്താ വേണ്ടേ? വിദ്യാഭ്യാസം ഒന്നുമല്ല, സ്വത്തും പണ്ടും അത്ര തന്നെ. എന്റെ മൂത്ത മോള് LLB പറഞ്ഞിട്ട് എന്താപ്പോ, ഭർത്താവിന്റെ വീട്ടിലാ വക്കീലുദ്യോഗം.
സിഗരറ്റ് തരുമോ? ശീലുണ്ടായിട്ടൊന്നും അല്ല, പിന്നെ വലിക്കിനെ കണ്ടപ്പോ അത്രേ ഉള്ളൂ. ഇവിടെ പാരാ അനിത്യ, ഏതാ ക്ലാസ്? BSc. ഓ, ഹർഷിതയേക്കാൾ ഒരു ക്ലാസ് മുകളിലാ. എവിടെയാ നാട്? കുറച്ചകലെയാ. അല്ല, പോകായോ? എന്താ രാജു? ഒന്നുമില്ല. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല, ഒന്ന് വീണു. നീ അത്താഴം കഴിച്ചോ? ഇല്ല. എങ്കിൽ നമുക്കൊന്നിച്ച് കഴിക്കാം. വേണ്ട, എനിക്ക് വിശപ്പില്ല. നിനക്ക് പനി വല്ലതുണ്ടോ? ഒന്നുമില്ല. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. സത്യമേ പറയാവൂ, എന്താണ് ഉണ്ടായത്? ആരാണ് ഇവിടെ വന്നത്? ആരും വന്നില്ല. ഇല്ലേ? കള്ളം പറയരുത്. ആരാണ് വന്നത്? ആരും വന്നില്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, നീ പറയണ്ട. എന്ത് ചെയ്യണമെന്ന് നിന്റെ അച്ഛൻ തീരുമാനിക്കട്ടെ. വേണ്ട, പടം പറിച്ചു തീർക്കാൻ വിളിച്ചു പറ്റിയാണ്. അവിടെയും ചെന്നിട്ടില്ല. താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തൂടെ? ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാൽ സമാധാനിക്കേണ്ടത്? സാലി, കൊള്ള കാര്യം നീ തുറന്നു പറ. അവൾ എങ്ങോട്ടാണ് പോയതെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല ടീച്ചർ. ആട്ടെ, ഗോപി എന്ത് തീരുമാനിച്ചു? എനിക്കൊരു രൂപവുമില്ല. ഗീതയുടെ ഇവിടുത്തെ കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന നിങ്ങൾക്കാണ്. വേണമെങ്കിൽ ഞാൻ പോലീസിന് ഇൻഫോം ചെയ്യാം. വേണ്ട, പോലീസ് അറിഞ്ഞാൽ ഞാൻ അവളെ ഒറ്റയ്ക്ക് അയക്കരുതായിരുന്നു. ഇനി അതൊന്നും ആലോചിക്കണ്ട. മിസ്റ്റർ ഗോപി ഹോട്ടലിൽ പോയിക്കോളൂ. ഗീത എപ്പോ വന്നാലും ഞങ്ങൾ ഫോൺ ചെയ്യാം. അവൾ എവിടേക്കാണ് പോയതെന്ന് സത്യത്തിൽ സാലിക്കറിയാമോ? ഇല്ല, എനിക്കറിയില്ല. എന്തായാലും അവൾ രാത്രിയിൽ തന്നെ മടങ്ങിയെത്തും. ഗോപി സമാധാനമായി പോയിക്കൊള്ളു. എന്തു പറയുന്നു ത്രിപുത്രൻ? സിനിമയ്ക്ക് പോകുന്നെന്ന്. ഈ പാതിരാക്കോ? മണി 9 കഴിഞ്ഞല്ലേ ഉള്ളൂ. നീ വരാൻ താമസിച്ചതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഒരു പെഗ് കൂടുതൽ കഴിക്കുന്നു. ഏയ്, സന്തോഷമായിട്ടൊന്ന് കത്തിക്കുക. എന്താ നിന്റെ കൈ വിറയ്ക്കുന്നത്? ഒന്നുമില്ല, ഊണ് വിളമ്പി. നീ എവിടെ ഇരിക്കേ, എനിക്ക് ധൃതിയൊന്നുമില്ല. നിനക്കെന്ത് പറ്റി? അവനുമായി വഴക്കുണ്ടാക്കിയോ? ഒന്നുമില്ല, യാത്ര ചെയ്തതിന്റെ ക്ഷീണമായിരിക്കും. വയസ്സായി തുടങ്ങി.
പെട്ടെന്ന് തലയ്ക്ക് പിടിക്കുന്നു. കമ്മീഷണറും ഭാര്യയും തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇരുട്ടത്ത് മെനക്കിട്ട് നിന്നു. ഇതിനിടയ്ക്ക് അവള് ഇറങ്ങിപ്പോയിട്ടില്ലെന്നുള്ള ഉറപ്പാ. നിങ്ങൾ ഏതായാലും ആ പെണ്ണ് പോസ്റ്റ് തിരിച്ചു ചെന്നോന്ന് സൂത്രത്തിലൊന്ന് അന്വേഷിക്കുക. ആ, അവനും അവളും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എന്തെങ്കിലും നടന്നിരിക്കുന്നുള്ള ഉറപ്പാ. എനിക്കത് ഓർക്കാൻ വയ്യ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ തുള്ളിച്ചാടി ആ പത്രാധിപരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ മുഴുവൻ വിട്ടുകൊടുത്തേക്കരുത്. അയാൾ നേരിട്ട് ഇടപെടും, കാശ് വാങ്ങിക്കും, നിങ്ങളെ തഴയുകയും ചെയ്യും. പറഞ്ഞത് കേട്ടോ? നീ പറയുന്നതല്ലേ ഞാൻ ചെയ്യൂ. നീ എന്റെ മന്ത്രിയല്ലയോ? നോക്കിക്കോ, നിങ്ങൾ ഇതിനകത്ത് മുങ്ങിച്ചാവും. ആലോചിച്ച് പരിഹാരം കാണേണ്ട വിഷയമാണിത്. വളരെ സമാധാനമായി കേൾക്കുകയും നമുക്കൊന്നിച്ചൊരു തീരുമാനമെടുക്കുകയും വേണം. വെറുതെ മുഖവര പറഞ്ഞ് സമയം കളയണ്ട. എന്താണെങ്കിലും സാലിക്കിനോട് തുറന്നു പറയാം. ഗീത പോയത് കൂട്ടുകാരിയെ കാണാനല്ല. പിന്നെ അവൾ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണ്. അയാളുടെ വീട്ടുകാർക്ക് ഗീതയെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇന്നലെ ധൃതി പിടിച്ചു പോയത്. ചിലപ്പോ എല്ലാം ഉറപ്പിച്ചിരിക്കും. ഗോപിയെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാവും അവൾ വരാത്തത്. അവൾക്ക് എന്നോടെല്ലാം തുറന്നു പറയാമായിരുന്നു. അവളുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല. കൊച്ചുനാൾ മുതൽ വേണ്ട, ഞാനൊന്നും ഓർക്കാൻ ശ്രമിക്കുന്നില്ല.
ഇതൊന്നും ആരും കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. വിധിയെന്നോ മറ്റോ പറഞ്ഞ് സമാധാനിക്കാനേ നിവൃത്തിയുള്ളൂ. ആ ഒരു കാര്യം, ഞാൻ ഗീതയെ കൂട്ടിക്കൊണ്ടുവന്നാൽ അഭിനയിച്ചിട്ടാണെങ്കിലും പുറമെ ഒരു പരിഭവവും കാണിക്കരുത്. സ്വസ്ഥമായി ആലോചിച്ച് സ്വയം മനസ്സിനെ നിയന്ത്രിക്കണം. ഞാൻ ഗീതയും കൂട്ടിക്കൊണ്ടേ വരും. ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, മിസ്റ്റർ രാജു അല്ലേ? എന്റെ പേര് സാലി. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. പക്ഷെ എനിക്ക് രാജുവിനെ അറിയാം. ഗീത എവിടെ? ഗീതയോ? ഞാൻ ഗീതയുടെ റൂംമേറ്റ് ആണ്. അവൾ ഇന്നലെ അങ്ങോട്ടാണ് വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്നോടൊന്നും മറച്ചു വെക്കണ്ട. ഗീത എവിടെയുണ്ട്? നിങ്ങൾ അന്വേഷിക്കുന്ന രാജുവിനും എനിക്കും അറിയാവുന്ന ഗീതയെ പറ്റി തന്നെ. എനിക്ക് രാജുവിനെ ഒന്ന് നേരിൽ കാണണമായിരുന്നു. എന്നെയോ? എനിക്ക് തന്നെ സുമ്മില്ല. എങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരാം. ഇങ്ങോട്ട് വരാന്നോ? ശരി, എന്റെ ഓഫീസ് എവിടെയാണെന്ന് പറയാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. പെണ്ണ് ഇതുവരെ ഹോസ്റ്റലിൽ തിരിച്ചു ചെന്നിട്ടില്ല. ഓഹോ, അദ്ദേഹം ഫ്ലൂക്കിൽ അറിഞ്ഞതാ. വിളിച്ചോണ്ട് പോമെന്ന മുറച്ചെറുക്കൻ ഹോട്ടലിലെങ്ങാണ്ട് കുത്തിയിരിക്കുക. അത് ശരി. മറ്റേ പയ്യൻ സ്ഥലത്തുണ്ടോ? ഉണ്ട്. അതല്ലേ കുറച്ചു മുമ്പേ അവൻ കാറി പോകുന്ന ഞാൻ കണ്ടതാ. അപ്പോൾ അബോർഷം വരെ ആകാനും വഴിയുണ്ട്. ഏതായാലും കോളേജ് കുമാരിയെ കാണാനില്ല എന്നൊരു കൊച്ചു കാച്ചു കാച്ചട്ടെ. ഇന്നെന്താ? എന്നാലും താനാ പയ്യന്റെ പേരും വിവരവും പറഞ്ഞില്ലല്ലോ. അത് ചോദിക്കരുത്. അത് എന്റെ തുറുപ്പ് ചീട്ടാണ്. എടോ, ഇത്തരം കാര്യങ്ങളിൽ പരസ്പര വിശ്വാസമാണ് വലുത്. വിശ്വാസത്തിനൊരു കുറവുമില്ല സാറേ. ഞാനൊരു മണ്ടനാണേലും എനിക്ക് ബുദ്ധിയുള്ള ഒരു ഭാര്യയുണ്ട് കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ എന്നോട് മറച്ചു വെക്കുന്നത്? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ക്ഷമ കെടുന്നുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ കാര്യവിവരമുള്ള ഒരു സ്ത്രീയാണെന്നല്ലേ ഞാൻ ധരിച്ചത്. ഡോണ്ട് ബി സോ ഇമോഷണൽ. കൂട്ടുകാരിയോടുള്ള സ്നേഹത്തിന്റെ ആഴം ഒന്ന് അളന്നു നോക്കിയതല്ലേ? ഗീതയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഇനിയെങ്കിലും പറയൂ, ഗീത എവിടെയുണ്ട്? വീട്ടിലോ? സ്വന്തം വീട്ടിലല്ല, ബട്ട് ഷീ സേഫ്. രാജു ഒരു വല്ലാത്ത സാഡിസ്റ്റാണ്. എന്നെ വിരട്ടിക്കളഞ്ഞു. സാലിയെ കണ്ടപ്പോൾ തന്നെ നിങ്ങളൊരു തന്റേടിയാണെന്ന് തോന്നി. ഇനി സമയം കളയണ്ട, പോകാം. പെണ്ണിനെ
ഗീതയാണോ? പാവം. രാജകുമാരിയല്ലേ, വല്ലവരും മോട്ടിച്ചു കടന്നു കളഞ്ഞാലോ? ഗീത എവിടെ? അറബിക്കഥയിലെ അത്ഭുതം പോലെയാണ്. ഇങ്ങനെ അനേകം കൂട്ടുകൾ തുറന്നാലേ രാജകുമാരിയെ കാണാൻ കഴിയൂ. സാലി ഇരിക്കൂ. ഓ, ഇരിക്കാനൊന്നും സമയമില്ല. ഗീത എവിടെ? അതിനാണല്ലോ നമ്മൾ വന്നത്. ഞങ്ങളുടെ കഥകൾ അറിയാവുന്ന ഒരേ ഒരാളാണ് സാലി. ഒരിക്കലും പിരിയാത്ത സ്നേഹിതകൾ. ഞാൻ സാലിയെ ഗീതയുടെ അടുത്തേക്ക് അയക്കാം. പക്ഷെ സാലിയോ? അവളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അതാണ് എന്റെ പ്രശ്നം. ഗീത നിങ്ങളുടെ കൂടെയാണ് പുറപ്പെട്ടത്. അവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എനിക്കതെവിടെയും ധൈര്യമായി പറയാം. എനിക്കറിയാവുന്ന മുഴുവൻ ഞാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സത്യമറിയാവുന്നവരും ഒന്നും അറിയാതെ വിഷമിക്കുന്നവരും നമ്മൾ രണ്ടുപേരാണ്. ദയവ് ചെയ്ത് പോലീസ് പറയരുത്. ആകെ മാനക്കേടാവും. ഇന്ന് രാത്രി അല്ലെങ്കിൽ കാലത്ത് അവർ തിരിച്ചെത്തും. എന്താണ് ഉറപ്പ്? എന്റെ വിശ്വാസം മാത്രമാണ് എന്റെ ഉറപ്പ്. ഞാൻ ഈ രാത്രി കൂടി കാക്കാം. പിന്നെ മറ്റേതെങ്കിലും വഴിക്ക് പുറത്തറിയും മുമ്പ് എനിക്ക് ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. നിങ്ങൾ എന്തിനീ പത്രാധിപരെ കൂട്ടുപിടിക്കുന്നത്? ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു ജന്തു. നീയല്ലയോ ബുദ്ധിരാക്ഷസി പറഞ്ഞതാ. നിങ്ങൾ നേരിട്ട് പോയാൽ ചെറുക്കനെ കാണണം. ചെറുക്കനെ? എന്നിട്ട് ഈ പടമെല്ലാം പത്രത്തിൽ കൊടുക്കുമെന്ന് പറയണം. അയ്യോ, കമ്മീഷണറുടെ മോനാ? ആരെയായാലും എന്താ? ഫോട്ടോ കള്ളം പറയൂ. അയാൾ ചോദിക്കുന്ന കാശ് തന്ന് സാധനം വാങ്ങിച്ചോളൂ. അയ്യോ,
ആ കളി വേണ്ട. പോലീസിന്റെ കോട്ടയിലാ കയറി കളിക്കുന്നേ. പോലീസോ പട്ടാളമാട്ടെ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ഒരു കാര്യം, എല്ലാരും നിങ്ങളെപ്പോലെ കോന്തന്മാരാന്ന് വിചാരിക്കരുത്. തലയറുത്താലും കാശ് വാങ്ങിച്ചുകൊണ്ട് സാധനം കൊടുക്കാവൂ. വന്നില്ലേ? വളരെ പഴയ തറവാടാണ്. ഈ വാർത്ത എങ്ങാനും ചെവിയിലെത്തിയാൽ അവരുടെ അച്ഛനും അമ്മയും തൂങ്ങി മരിക്കും. ദയവ് ചെയ്ത് ഇനി ഒരു ന്യൂസും പബ്ലിഷ് ചെയ്യരുത്. ഇവിടെ മനുഷ്യത്വം കാണിച്ചാൽ എന്റെ ബിസിനസ് പൊളിഞ്ഞു പോകും. നിങ്ങൾക്ക് പണമല്ല വേണ്ടത്, അതെത്രയായാലും പ്രശ്നമാക്കണ്ട. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങളുടെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി പണത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനുള്ള ക്രൂരത എനിക്കില്ല. ഹോസ്റ്റലിൽ നിന്ന് ഒരു പെണ്ണിനെ കാണാനില്ല, അവൾ ഏതോ പണക്കാരൻ പയ്യനുമായി അടുപ്പത്തിലാണ്. ഇത്ര മാത്രമേ എനിക്കറിയാവൂ. നിങ്ങളുടെ ഈ ഫോട്ടോ അവിടെ നിന്ന് പരസ്യപ്പെടുത്തിയതോ? അതുകൊണ്ടാണ് പോലീസും എന്നെ വിളിച്ച് ചോദിച്ചത്. അവരോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് മറച്ചു വയ്ക്കുന്നില്ല. ഒരു ഫോട്ടോഗ്രാഫറാണ് സത്യത്തിൽ ഈ വാർത്ത എനിക്ക് തന്നത്. പക്ഷേ വിശദമായി അയാൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അയാളെ കണ്ടാലോ? അയാൾ ആളൊരു മണ്ടന്, ഒരു പെങ്കോന്തൻ. ഭാര്യയാണ് അയാളുടെ ഭർത്താവ്. അതാ സ്ഥിതി. പക്ഷേ അതുകൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്യാതിരിക്കണമെന്നില്ല. മിടുക്കൻ, നിങ്ങളൊരു അത്ഭുത മനുഷ്യൻ. ഇതിനൊന്നും മനസ്സുണ്ടായിട്ടല്ല സാറേ. എന്നാലും ജീവിക്കണ്ടായോ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾ ആരോടൊക്കെ ആലോചിച്ചു? എനിക്ക് ആരോടും ആലോചിക്കാനില്ല സാറേ. ഞാനൊരു ഒറ്റയാണ്. What would you like to drink? Tea or coffee? ഏയ്, ഒന്നും വേണമെന്നില്ല. തൽക്കാലം കുടിക്കാനുള്ളത് ഞാൻ കൈ കരുതിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിന് വിരോധമൊന്നുമില്ലെങ്കിൽ വെള്ളം. ഇറ്റ്സ് ഓക്കെ, ഗോ ഹെഡ്. രാജു, ഞാൻ കൂടുതലൊന്നും പറയണ്ട. എന്റെ വലിയൊരു രഹസ്യത്തിന്റെ അവസാന തെളിവുകൾ നശിക്കുന്ന ഒരു ദിവസമാണിത്. നമുക്കിതൊന്ന് ആഘോഷിക്കാം. കമോൺ.
ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സാണ്. കാശിനൊന്നുമല്ല, പിന്നെ സ്നേഹമാണെങ്കിൽ വല്ലപ്പോഴും ദേ ഇതേലൊരെണ്ണ. അയ്യോ, എങ്ങാനും ഓഫായി പോയാലും കയ്യിലുള്ള കാശ് വഴി പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണേ സാറേ. മോളിലിരിക്കണ മൂപ്പിന്നല്ലയോ സാറേ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ? അതിയാന്റെ ഒരു പങ്കപ്പാട് കണ്ടില്ലയോ? ചുറ്റും ചോര തുപ്പി നിറച്ച് എന്തൊരു മരണവെപ്രാളവാ. നോക്കണം സാറേ. ഫോട്ടോ എടുത്തിട്ട് എനിക്ക് മരിച്ചാ മതിയായിരുന്നു. വരുന്നു, ചവിട്ടി പൊളിക്കണ്ട. സോദര അവരെ കുടിച്ചു കൂത്തായിട്ട് നടന്നിട്ട് വന്നിരിക്കുന്നു. കാശിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലാ അപ്പോഴറിയാം. പേടിക്കണ്ട, ഞാനൊരു സഹായം തേടി വന്നതാണ്. എന്തിനായാലും അസമയത്ത് തന്നെ വീട്ടിൽ വന്ന് കയറുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ക്ഷമിക്കണം, അത്യാവശ്യം കൊണ്ടാണ് മര്യാദ മറന്നു പോകുന്നത്. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ ആണുങ്ങളുള്ളപ്പോ വരണം. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഹോസ്റ്റലിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ ബന്ധുവാണ് ഞാൻ. അവൾ പോയത് എവിടേക്കാണെന്നാണ് എനിക്കറിയേണ്ടത്. ദയവ് ചെയ്തെന്നെ വലയ്ക്കരുത്. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറയൂ, അവൾ എവിടേക്കാണ് പോയത്? നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അഭിനയിക്കുകയാണോ? നിങ്ങളുടെ ഭർത്താവ് എടുത്ത ഫോട്ടോകൾ എവിടെ? ഓ, അതാണോ? അയ്യോ, വീട്ടുകാരെ നോക്കാനല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. ഇതൊക്കെ നേരിട്ട് ചോദിച്ചാലേ അറിയാവൂ. സത്യം അറിയാനാണ് ഞാൻ വന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്ത അവസ്ഥയിലാണ് ഞാൻ. അറിയേണ്ടത് അറിഞ്ഞേ ഞാൻ പോകൂ. ക്ഷമിക്കണം, ആവശ്യത്തിന് ഗൗരവം കൊണ്ടാണ് ആ സമയത്ത് ഒളിച്ചു വരേണ്ടി വന്നത്. എന്തായാലും എന്ത് ധിക്കാരമാണിത് ഈ പാതിരാത്രി? നമ്മൾ തമ്മിൽ ഇങ്ങനത്തെ അവസ്ഥയിൽ പരിചയപ്പെട്ടതായിരുന്നു. ഞാൻ ഗോപിയാണ്. ഗീത പറഞ്ഞിരിക്കും. ഇപ്പോ ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് കൃത്യമായി ഇങ്ങോട്ട് വന്നത്. ഇനിയും എന്റെ മുമ്പിൽ ഒളിച്ചു കളിക്കരുത്. ഗീത എവിടെ? ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്തിനാണ് അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നവനാണ്. എന്നെ ക്രൂരമായി പരീക്ഷിക്കരുത്. നിങ്ങളെ ആരും വല്ലാതെ മിസ്ഗൈഡ് ചെയ്തിരിക്കുന്നു. കേട്ടോ? ഇതൊരു പോലീസ് ഓഫീസറുടെ വീടാണ്, മനസ്സിലായില്ലേ? സത്യം പറയാൻ നീ തയ്യാറുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. മര്യാദയ്ക്ക് സംസാരിക്കടാ. സത്യം പറ. പോയെന്ന് വിചാരിക്കണ്ട, ഞാൻ വരും. ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ഇല്ല. ബില്ല് ശരിയാക്കൂ. എനിക്ക് ഇന്ന് തന്നെ പോണം.
നിങ്ങളല്ലേ ഗോപിനാഥൻ നായർ? അതെ. നിങ്ങളല്ലേ ഗീതയെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്? അതെ. നിങ്ങളെക്കുറിച്ചും ഗീതയെക്കുറിച്ചുമുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന സാലി പിറ്റേന്ന് കാലത്ത് നിങ്ങളെ കാണാൻ വന്നിരുന്നില്ലേ? വന്നിരുന്നു. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും വിവരം പോലീസിൽ അറിയിക്കരുതെന്ന് ഹോസ്റ്റൽ മേറ്റിനോട് പറഞ്ഞത് നിങ്ങളല്ലേ? അല്ലാതെ തന്നെ അവർ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങൾ ഒന്നും അറിയാതെ സംസാരിക്കാണോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഗീതയുടെ ശവം ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു. അവൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് എനിക്കറിയാം. വലിയ പോലീസ് അധികാരിയുടെ മകനല്ലേ? ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി. എനിക്കിത് വരണം. എന്തു പാവമായിരുന്നു. ഞാനാണ് ആ കൊലപാതകയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഞാനാണ് പറഞ്ഞു വിട്ടത്. രാജു, പോകാറായില്ല. എനിക്കുടൻ പോയേ പറ്റൂ. നീ ഒറ്റയ്ക്കായാൽ തെരുവ് പെട്ടിയെ പോലെ നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും. നീ അത് അർഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ. എനിക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ട്. അത് ജയിലിൽ കിടന്ന് തുരുമ്പെടുക്കാനുള്ളതല്ല. ഇവിടെ നിന്നാൽ അതേ സംഭവിക്കൂ. വഴിമെടുക്കാതെ മാറ്. കുറ്റം ചെയ്ത മകനെ കയ്യാമം വയ്ക്കാനുള്ള നിന്റെ അച്ഛന്റെ ജാതകദോഷം ഈ വീട്ടിൽ എന്റെ മുമ്പിൽ വെച്ച് നടക്കണം. അങ്ങനെ ഈ കഥ തീരാവൂ? മരണത്തെ മുഖത്തോട് മുഖം കണ്ടപ്പോഴുള്ള ഞെട്ടൽ എനിക്കിന്നില്ല. എന്റെ മനസ്സും ശരീരവും എല്ലാം മരവിച്ചിരിക്കുന്നു. എനിക്ക് തടസ്സമായി നിൽക്കുന്ന ആരുടെ ജീവിതവും എനിക്ക് പ്രശ്നമല്ല.
ദേവി ദേവി പോയിക്കുള്ളൂ. അവനെ ഒറ്റയ്ക്ക് വിടരുത്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ചെല്ലു. താമസിച്ചാൽ നമ്മുടെ മകന്റെ ശവമേ കിട്ടും. നീ ഇവിടെ വന്നോ? ഓ, ചത്തവർക്ക് വേണ്ടി നമ്മൾ അടുക്കരുത്. പോയി രക്ഷപ്പെട.
Ah!